സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വ്യത്യസ്ത തരം സൈക്കിളാണ്. അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ അത് CycleBells എന്ന ഒരു പേജ് അതിൽ അവൈലബിൾ ആണ്, ഒരു ഗ്രൂപ്പും അതിൽ അവൈലബിൾ ആണ്. പ്ലീസ് ലൈക്ക് ഇറ്റ്, പ്ലീസ് ഫോളോ ഇറ്റ് ആൻഡ് പ്ലീസ് ഷെയർ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ സൈക്കിളിനെ കുറിച്ച് മനസ്സിലാക്കാം. ഇതൊരു ഫോൾഡിംഗ് സൈക്കിളാണ്. നിങ്ങൾ അധികം ഒന്നും ഇത് കണ്ട് പരിചയമുണ്ടാകില്ല, എന്നാൽ അത് പരിചയപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫോൾഡിംഗ് ബൈക്ക്. PPOF എന്നാണ് ഇതിൻ്റെ പേര്, പങ്കജ് പാട്ടിൽ ഓൺ ഫോൺ. ഓക്കെ, ഇതൊരു വളരെ ചെറിയ ക്യൂട്ട് ബൈക്കാണ്. ഇത് എല്ലാ പ്രായത്തിലുള്ളവർക്കും ഇത് ഉപയോഗിക്കാം, ഏത് ഉയരമുള്ളവർക്കും ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു സൈക്കിൾ നമ്മൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാകാം. കാരണം ഇത് കൂടുതൽ ഉപകാരപ്പെടുന്നത് യാത്രകൾ ചെയ്യുന്നവർക്കാണ്. പ്രത്യേകിച്ച് സപ്പോസ് ഞാൻ എൻ്റെ ജോലിക്ക് പോകുന്നു, അപ്പോൾ ഒത്തിരി അധികം സൈക്കിളിൽ പോകേണ്ടത് ആവശ്യമുണ്ട്. പക്ഷെ അത്രയും നമുക്ക് ചവിട്ടി പോകാനുള്ള ദൂരത്തിനപ്പുറമാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾക്കിത് ബസ്സിലോ ട്രെയിനിലോ മറ്റ് കാറിൻ്റെ ഡിക്കിയിലോ അവിടെ എല്ലാം വെച്ച ഈ സൈക്കിള് നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇത് മടക്കാൻ ഇത് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അതിനു മുൻപ് നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾക്ക് അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഷിമാനോന്റെ ഓൾട്ടേഴ്സ് 7 സ്പീഡ് ഗിയർ ആണ് ഇതിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ക്രാങ്കിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. 48 പല്ലുകളോടുകൂടിയ ഒരു വലിയ ക്രാങ്കാണ് ഇതിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രെയിം, ഈ വളരെ ബ്യൂട്ടിഫുള്ളായ നല്ല ഫിനിഷിങ്ങുള്ള ഈ ഫ്രെയിം അലോയ് ആണ്. 60-61 അലോയ് ആണ് ഇതിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാരം ഏകദേശം 13-14 കിലോയോളം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഓൾമോസ്റ്റ് കുറച്ച് ദൂരം ക്യാരി ചെയ്ത് നടക്കാവുന്ന ഭാരത്തിലാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ബ്രേക്ക് കൺവെൻഷണൽ വി ബ്രേക്കാണ്, ഫ്രണ്ടിലും ബാക്കിലും. പിന്നെ ഇതിൻ്റെ കൂടെ ബിൽറ്റ് ഇൻ ആയിട്ട് ബോട്ടിൽ കാരിയർ ഉണ്ട്. ഓൾറെഡി മഡ് ഗാർഡ് ഇതിൽ ഓൾറെഡി അവൈലബിൾ ആണ്. സോ ഓൾമോസ്റ്റ് റെഡി ടു യൂസ് എന്നുള്ള കണ്ടീഷനിലാണ് ഈ സൈക്കിള് നമ്മൾക്ക് കിട്ടുന്നത്. ഈ സൈക്കിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പെസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കാരിയറാണ്. നമ്മളുടെ പുതിയ സൈക്കിളിൽ ഓൾമോസ്റ്റ് ഒരു ഇല്ലാത്തൊരു സാധനമാണ്. അപ്പോൾ നമ്മൾക്ക് ഷോപ്പിൽ പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മോഡൽ കയറ്റി നമ്മൾക്ക് ഒരു ചെറിയ റൗണ്ടൊക്കെ അടിക്കാൻ അടിപൊളിയായിരിക്കില്ല അല്ലേ? അപ്പോൾ നമ്മൾക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് നോക്കാം. ഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു മാജിക് പോലെയാണ്. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റെപ്പുകളിലൂടെയാണ് അത് ചെയ്യുന്നത്. ആദ്യം നമ്മളുടെ പെഡൽ കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് നേരെയാക്കുക. ഈ പെഡലിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ലോക്ക് ഉണ്ട്. ആ ലോക്ക് അങ്ങോട്ട് വലിച്ചിട്ട് അത് ഇവിടെ ലോക്ക് ചെയ്യുക. ഈ പെഡലും വലിച്ചിട്ട് ഇത് ലോക്ക് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും സ്ട്രൈറ്റ് ആയിരുന്നു. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് സീറ്റ് താഴ്ത്തുകയാണ്. അപ്പോൾ സീറ്റിന് വേണ്ടി താഴ്ത്താൻ വേണ്ടി ഇവിടെ ഒരു ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്. അത് വെച്ച് അത് വളരെ കംഫർട്ടബിളായിട്ട് ഈസി ആയിട്ട് അതങ്ങോട്ട് ലോക്ക് ചെയ്യുക. കാണാം. ഇനി നമ്മൾക്ക് അടുത്ത് ചെയ്യുന്നത് ഹാൻഡിൽ താഴ്ത്തുക. ഇപ്പോൾ ഹാൻഡിൽ താഴ്ത്താൻ വേണ്ടി ഇവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അതിൽ വെച്ച് വളരെ ജെന്റിലായിട്ട് അത് ലോക്ക് ചെയ്യും. ഹാൻഡിലായി. ഇനി ഹാൻഡിലിൻ്റെ ബാക്കി ഭാഗം കൂടി നമുക്ക് ചെറുതായില്ലേ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ലോക്കുണ്ട്. ആ ലോക്ക് ഇങ്ങോട്ട് വലിച്ച് പിന്നെ ഇതിൻ്റെ അടിച്ചു കഴിഞ്ഞാൽ ലോക്ക് അങ്ങോട്ട് കാണാം. അപ്പോൾ സൈക്കിള് ഫ്ലാറ്റായി. ഇനി നമ്മളുടെ സ്റ്റാൻഡ് ഇങ്ങോട്ട് മാറ്റി ഇനി ചെയ്യേണ്ടത് ഇത് മടക്കാൻ വേണ്ടി ഇവിടെ വേറൊരു ലോക്കുണ്ട്. ആ ലോക്കും നമ്മൾ ലൂസായി കഴിഞ്ഞാൽ സൈക്കിൾ പിന്നെ ഇത്രയും ഉയരമുണ്ടായ ഈ സൈക്കിള് ഓൾമോസ്റ്റ് ഇത് പകുതിയായി. ഇതാണ് ഞാൻ പറഞ്ഞ മാജിക്, സൂപ്പർ മാജിക്. ഇതാണ് ഫോൾഡിംഗ് സൈക്കിളിൻ്റെ മാജിക് എന്ന് പറയുന്നത്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് വീണ്ടും
പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അതിനായിട്ട് ആദ്യം ചെയ്യുന്നത് സൈക്കിള് ഒടിഞ്ഞ് ഇരിക്കുന്ന സൈക്കിളൊന്ന് നേരെയാക്കി. ഇപ്പൊ സൈക്കിൾ നേരെയാക്കിയിട്ട് നമ്മൾ ലോക്ക് ചെയ്യുക. ഈ ലോക്കൊന്ന് വീണ്ടും വേറെ ലോക്കിന് സഹായത്തോടെ, അത് ഡബിൾ ലോക്കാണ്. ഇപ്പൊ നമ്മൾ ഡബിൾ ലോക്ക് അത് ചെയ്തു. അതിനുശേഷം നേരെ ഒന്ന് ജനറലായിട്ട് പൊക്കി കൊടുക്കാൻ മതി. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ ബാർ ഉയർന്നു. ഹാൻഡിൽ ബാറിന്റെ ലോക്ക് ഫസ്റ്റ് ലോക്ക് ഇട്ടു. ഇത് നിങ്ങൾക്ക് കാണാൻ ഒരു ചെറിയൊരു ലോക്ക് കൂടി, അത് അതിൻ്റെ ഉള്ളിലേക്ക് തള്ളി വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റായി. പിന്നെ നമുക്ക് സ്റ്റാൻഡിൽ കഴിഞ്ഞാൽ വണ്ടി ഫ്രീ ആയി. അതിനുശേഷം പെഡൽ നേരെയാക്കാം. അപ്പൊ പെഡല് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കുള്ളത് സീറ്റാണ്. സീറ്റ് നമ്മളുടെ ആവശ്യത്തിന് അനുസരിച്ച് ഇത് ഉയർത്താം. ഇതൊരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. ഓൾറെഡി നമ്മൾക്ക് ഇവിടെ മാർക്കിങ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം ഈ മാർക്കിങ് കണ്ടുവച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് ആ മാർക്കിങ്ങിൽ വന്നിട്ട് ജസ്റ്റ് നോക്കുക മതി. സോളിഡ്. പിന്നെ ഹാൻഡിൽ നമ്മളുടെ ആവശ്യമനുസരിച്ച് ഇത് ഉയർത്താം. അത് നോക്കാം. That's it. അപ്പൊ നിങ്ങൾക്ക് ഈ സൈക്കിൾ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഈ സൈക്കിൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ടത് കല്ലൂർ കടവന്ത്ര ജംഗ്ഷനിലെ ഗിയർ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു സൈക്കിൾ ഷോപ്പിലേക്കാണ്. എങ്ങനെയുള്ളവർക്കാണ് ഈ സൈക്കിൾ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഒന്നുകൂടി ഞാനത് പറയാം. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ മെട്രോയിലൂടെയോ അല്ലെങ്കിൽ ബസ്സിലൂടെയോ ട്രെയിനിലൂടെയോ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സൈക്കിളിലൂടെ നമ്മളുടെ കൂടെ വേണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഒരു നല്ലൊരു ഓപ്ഷനാണ് ഈ സൈക്കിൾ. ഈ സൈക്കിളിന്റെ വില 25,000 ആണ്, 25,000 രൂപ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.